അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ പത്രസമ്മേളനം നടക്കുന്നതിനിടയിൽ മാധ്യമപ്രവർത്തകർ പറഞ്ഞു, അതിനുശേഷം പറഞ്ഞു അവിടെ പണി തുടങ്ങി കേട്ടോ. ആരാ പറഞ്ഞത്? പ്രതിപക്ഷ നേതാവ്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, പ്രതിപക്ഷ നേതാവല്ലേ, അദ്ദേഹം കേരളത്തിൽ പറയുന്നതെല്ലാം നുണകളാണ് എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അല്ല, പണി തുടങ്ങി എന്ന് അദ്ദേഹം വാശി പിടിച്ച് പറയുക. അപ്പോൾ പിന്നെ മറ്റു മാർഗ്ഗമില്ല, ഞാൻ കോഴിക്കോട് നിന്ന് മറ്റു പരിപാടികളൊക്കെ മാറ്റിവെച്ചു, ഇവിടെ വയനാട്ടിലെ DYFIയുടെ ഇലക്ഷൻ പ്രവർത്തനമൊക്കെ മാറ്റിവെച്ചു. കാരണം ഇത് വലിയ പ്രശ്നമാണല്ലോ. ഇദ്ദേഹം ഇങ്ങനെ നുണ പറഞ്ഞാൽ എന്താ ചെയ്യുക? ഞങ്ങൾ രാവിലെ ഇങ്ങോട്ട് പുറപ്പെട്ടു, നിങ്ങളും വന്നു. നോക്കൂ, നിങ്ങൾ ഈ പുറകിൽ കാണുന്നതല്ലേ സ്ഥലം. ഞങ്ങളതിനകത്തേക്ക് കയറുന്നില്ല, കാരണം ഇനി അവരുടെ സ്ഥലത്ത് അതിക്രമിച്ച് കയറി എന്നായിരിക്കും പറയുക. ഞങ്ങൾ അതിനകത്ത് കയറുന്നില്ല. അതെ, നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്, മാധ്യമങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്യേണ്ടത് ഈ വിഷ്വൽസ് ഒന്ന് കാണിക്കണം, തുടർച്ചയായി കാണിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഞങ്ങൾ DYFI ഈ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവരാണ്. നിപ്പ ഉണ്ടായ സമയത്ത്, കോവിഡ് ഉണ്ടായ സമയത്ത്, പ്രളയമുണ്ടായ സമയത്ത്, ഇപ്പോൾ ഈ വയനാട് ദുരന്തമുണ്ടായ സമയത്തൊക്കെ ഞങ്ങൾ സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കുകയും ഈ പ്രതിരോധ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്ത സംഘടനയാണ് DYFI. അന്ന് ഞങ്ങൾ 10 കോടിയിലധികം രൂപ നേരത്തെ കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് ഇതുപോലെ ആക്രി പെറുക്കിയൊക്കെ സമാഹരിച്ച് കൊടുത്തതാണ്. ഈ ഉണ്ടായ സമയത്തും പ്രതിരോധ പ്രവർത്തനത്തിന് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചതാണ്. ഞങ്ങളുടെ വോളണ്ടിയർമാർ, യൂത്ത് ബ്രിഗേഡ് ഏറ്റവും സക്രിയമായി ഇടപെട്ടതാണ് ഈ വയനാട്ടിൽ. ആ പ്രവർത്തനം നടത്തുന്ന ആ സമയത്ത് തന്നെ ജൂലൈ മാസം 30-ാം തീയതി ഞങ്ങൾ പ്രഖ്യാപിച്ചു, ഗവൺമെൻറ്റുമായി സഹകരിച്ച് ഞങ്ങൾ വീട് കൊടുക്കും, 25 വീട് കൊടുക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം യൂത്ത് കോൺഗ്രസ് 30 വീട് പ്രഖ്യാപിച്ചു, കോൺഗ്രസ് 100 വീട് പ്രഖ്യാപിച്ചു. ഞങ്ങളാണ് ആദ്യം പ്രഖ്യാപിക്കുന്നത്. ഞങ്ങൾ സർക്കാരുമായി സഹകരിച്ച് ചെയ്യും എന്നാണ് പറഞ്ഞത്. എവിടെയും ഒരു വാക്കുകൊണ്ടോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടോ അവർ പറഞ്ഞിട്ടില്ല സർക്കാരിൻ്റെ ഭൂമി കിട്ടിയാലാണ് ഞങ്ങൾ വീട് കൊടുക്കുക എന്ന് അവർ പറഞ്ഞിട്ടില്ല. അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് ഞങ്ങൾ ടൗൺഷിപ്പിലേക്ക് 20 കോടി രൂപ കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ അധ്വാനിച്ച് ഞങ്ങൾ ആക്രി പെറുക്കി, ചക്ക പറിച്ച് വിറ്റ്, തേങ്ങ പറിച്ച് വിറ്റ്, കല്ല് ചുമന്ന് കേരളത്തിലെ DYFI സഖാക്കൾ പണം സമാഹരിച്ച് നിങ്ങൾ കണ്ടു. ഞങ്ങൾ എന്നിട്ട് ടൗൺഷിപ്പ് പദ്ധതിയിലേക്ക് 20 കോടി രൂപ കൊടുത്തു. ആ 20 കോടി രൂപ കൊടുത്തതിന് ശേഷം കേരളത്തിലെ സോഷ്യൽ മീഡിയകളിൽ ഒരു വിവാദം വന്നു. അതിന് പുറമെ മീറ്റ് ദി കാൻഡിഡേറ്റിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അവരുടെ ഇപ്പോൾ സംസ്ഥാന പ്രസിഡൻ്റാകും എന്ന് പ്രതീക്ഷിച്ച് നിരാശനായി പിന്നെ ഇങ്ങനെ മാറി നിന്നൊരു കക്ഷിയുണ്ടല്ലോ. ആ കക്ഷി പറഞ്ഞു, എന്താണ് DYFIയുടെ പൈസ കൊടുത്തത് എവിടെ, അവരുടെ പലിശ എവിടെയെന്ന് നാണമില്ലാതെ ചോദിക്കുക. ഞങ്ങളപ്പോൾ വീണ്ടും പത്രസമ്മേളനം നടത്തി, നിങ്ങളൊക്കെ വിളിച്ചു വരുത്തി, ഞങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചു തന്നു. ഞങ്ങളുടെ പലിശ എവിടെ, ഞങ്ങളുടെ പണം എവിടെ, ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ കാണിച്ചു തന്നു. എന്നിട്ട് ഞങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിക്കണമല്ലോ, നിങ്ങൾ പിരിച്ച പണം എവിടെ, എത്ര രൂപയാണ് പിരിച്ചത്, നിങ്ങൾ വാങ്ങിയ ഭൂമി എവിടെ, ആ ഭൂമിയിൽ പണി നടന്നോ എന്ന് ഞങ്ങൾ ചോദിച്ചു. നിങ്ങൾ മാധ്യമപ്രവർത്തകർ അത് ആവർത്തിച്ച് ചോദിച്ചു. അപ്പോൾ ഇന്നലെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു, എന്താണ്, ഞങ്ങൾ പിരിച്ച പണം നിങ്ങളോട് പറയണമെന്ന്. ഇവരൊരു ആപ്പ് ഉപയോഗിച്ചാണ് പണം പിരിച്ചത്. എത്ര രൂപയാണ് പിരിച്ചത് ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല കോൺഗ്രസ്. അവരുടെ ആപ്പ് എവിടെ പറയുന്നില്ല കോൺഗ്രസ്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കളവാണ്, എൻ്റെയും അതായത് പ്രതിപക്ഷ നേതാവിൻ്റെയും മറ്റാരാണ് നിങ്ങൾ തന്നെ പറ, കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റിൻ്റെ അതായത് KPCC പ്രസിഡൻറ്റിൻ്റെ സംയുക്ത അക്കൗണ്ടിൽ പണമുണ്ടെന്ന് മാധ്യമങ്ങൾക്കറിയാമല്ലോ. നിങ്ങളുടെ കയ്യിൽ വീഡിയോ ക്ലിപ്പ് ഉണ്ടല്ലോ. ഞങ്ങൾ ഇന്നലെ പത്രസമ്മേളനം നടത്തി. ഞങ്ങൾ ഇന്നലെ അദ്ദേഹത്തിൻ്റെ അഫിഡവിറ്റ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത അഫിഡവിറ്റ് പുറത്തുവിട്ടു. അതിലെവിടെയും അങ്ങനെ ഒരു സംയുക്ത അക്കൗണ്ട്, ജോയിൻ്റ് അക്കൗണ്ടിനെ കുറിച്ച് പറയുന്നേയില്ല. അപ്പോൾ ആരാണ് ഈ പ്രതിപക്ഷ നേതാവ്? ഏറ്റവും വലിയ നുണയനാണ് എന്ന് തെളിയിച്ചില്ലേ? പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറയുന്നത് പണികൾ ആരംഭിച്ചു എന്നാണ്. അതെ, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ പത്രസമ്മേളനം നടക്കുന്നതിനിടയിൽ മാധ്യമപ്രവർത്തകർ പറഞ്ഞു, അതിനുശേഷം പറഞ്ഞു അവിടെ പണി തുടങ്ങി കേട്ടോ. ആരാ പറഞ്ഞത്? പ്രതിപക്ഷ നേതാവ്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, പ്രതിപക്ഷ നേതാവല്ലേ, അദ്ദേഹം കേരളത്തിൽ പറയുന്നതെല്ലാം നുണകളാണ് എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അല്ല, പണി തുടങ്ങി എന്ന് അദ്ദേഹം വാശി പിടിച്ച് പറയുക. അപ്പോൾ പിന്നെ മറ്റു മാർഗ്ഗമില്ല, ഞാൻ കോഴിക്കോട് നിന്ന് മറ്റു പരിപാടികളൊക്കെ മാറ്റിവെച്ചു, ഇവിടെ വയനാട്ടിലെ DYFIയുടെ ഇലക്ഷൻ പ്രവർത്തനമൊക്കെ മാറ്റിവെച്ചു. കാരണം ഇത് വലിയ പ്രശ്നമാണല്ലോ. ഇദ്ദേഹം ഇങ്ങനെ നുണ പറഞ്ഞാൽ എന്താ ചെയ്യുക? ഞങ്ങൾ രാവിലെ ഇങ്ങോട്ട് പുറപ്പെട്ടു, നിങ്ങളും വന്നു. നോക്കൂ, നിങ്ങൾ ഈ പുറകിൽ കാണുന്നതല്ലേ സ്ഥലം. ഞങ്ങളതിനകത്തേക്ക് കയറുന്നില്ല, കാരണം ഇനി അവരുടെ സ്ഥലത്ത് അതിക്രമിച്ച് കയറി എന്നായിരിക്കും പറയുക. ഞങ്ങൾ അതിനകത്ത് കയറുന്നില്ല. എന്തെങ്കിലും സമരമുറകളുമായിട്ട് DYFI മുന്നോട്ട് പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങൾ ഇന്നലെയും പറഞ്ഞു, ഈ വയനാട്ടിൽ ഈ ദുരന്തബാധിതരെ മുൻനിർത്തി പണം പിരിച്ച് മുക്കിയ, ഈ ദുരന്തത്തെ സുവർണാവസരമായി കണ്ട ഈ കോൺഗ്രസ് ഇന്ന് കേരളത്തിലുടനീളം പ്രചരണ പ്രവർത്തനങ്ങൾ, വാഗ്ദാനങ്ങൾ നൽകി പോവുകയാണ്. ആ
കോൺഗ്രസിനെ തുറന്നു കാണിക്കാൻ ഇവിടെ കുടിൽ കെട്ടി സമരം നടത്താൻ പോവാണ് ഡിവൈഎഫ്. കുടിൽ കെട്ടി കേരളത്തിലുടനീളം ഞങ്ങൾ കുടിൽ കെട്ടി സമരം നടത്തും. ഇവിടെയും ഈ വയനാട്ടിലും ഞങ്ങൾ കുടിൽ കെട്ടി പ്രതീകാത്മകമായി ഒരു സമരം നടത്താൻ പോവാണ്. ഞങ്ങൾ കേരളത്തിലുടനീളം സംസ്ഥാനത്താകമാനം ഡിവൈഎഫ്ഐ പ്രവർത്തകർ, ഡിവൈഎഫ്ഐയുടെ സഖാക്കൾ ഇങ്ങനെ ഇവരുടെ ഈ കള്ളത്തരം, ഈ പണം പിരിച്ചു മുക്കി നുണ പറഞ്ഞു നടക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കാൻ കുടിൽ കെട്ടി സമരം നടത്താൻ പോവുകയാണ്. ഇപ്പോൾ ആ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഞങ്ങൾ ഇപ്പോൾ കുടിൽ കെട്ടി പ്രതീകാത്മകമായി കുടിൽ കെട്ടും. സാധനങ്ങൾ ഏതാനും നിമിഷങ്ങൾക്ക് അവിടെ താഴെയുണ്ട്. ഇന്ന് തന്നെ ഇപ്പൊ തന്നെ കുടിൽ കെട്ടും. നിങ്ങളൊക്കെ സാക്ഷി നിർത്തി ഇതിന്റെ പരിസരത്ത് ഈ ഒരു ഞങ്ങൾ കുടിൽ കെട്ടി സമരം നടത്തും. കോൺഗ്രസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം, ഇത് അവർ പ്രഖ്യാപിച്ച വീടാണ്. ആ വീട് അവർ പറയുന്ന സമയത്ത് നൽകുമെന്നുള്ളതാണ് അവർ പറയുന്നത്. എന്താണ് അതിനകത്തുള്ള? അത് അവരുടെ വീടാണെന്നാണ് പറയുന്നത്. അതെ, അവരുടെ വീടായിക്കോട്ടെ. ആ വീടാണല്ലോ നിങ്ങൾ കണ്ടത്. പണമാണ്, അല്ലാതെ ആ വീടാണല്ലോ ഇപ്പൊ കണ്ടത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. പബ്ലിക് മണിയല്ല പറയുന്നത്. പബ്ലിക് മണിയല്ല, അവരുടെ പ്രവർത്തകരെ സമാഹരിച്ച പണം പറയുന്നത്. അല്ല, ഞാൻ അതാ അവരോട് ചോദിക്കുന്നത്. ഞങ്ങളൊരു 20 കോടി രൂപ സമാഹരിച്ചല്ലോ. അവരെ പോലെ റെസിപ്റ്റ് ഉപയോഗിച്ചോ ആപ്പ് ഉപയോഗിച്ചോ പിരിച്ചതല്ല. ഞങ്ങൾ എന്താ ചെയ്തത്? ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതാ. കേരളത്തിലെ ഡിവൈഎഫ്ഐ സഖാക്കൾ ആക്രി പെറുക്കി ഈ ചക്ക പറിച്ച് തേങ്ങ വലിച്ച് വിറ്റ് കല്ല് ചുമന്നൊക്കെ ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടതാണ്. നിങ്ങൾ പലരും അത് റിപ്പോർട്ട് ചെയ്തതാണ്. അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഞങ്ങൾ സമാഹരിച്ച അക്കൗണ്ടിലിട്ട പണം 20 കോടി രൂപ കേരളത്തിൻ്റെ ഈ ടൗൺഷിപ്പ് പദ്ധതിയിലേക്ക് കൈമാറിയവരാ ഞങ്ങൾ. ഞങ്ങളെ പത്രസമ്മേളനം വിളിച്ച് ആക്ഷേപിച്ച് എന്നിട്ടും ഇവർ ഓർമ്മയില്ലേ? നിങ്ങൾക്ക് പലിശ എവിടെ? അല്ല, അങ്ങനെയാണോ? അതാ ഞാൻ ചോദിച്ചത്, അങ്ങനെയാണോ? ഞങ്ങൾ എത്ര ദിവസമായി ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവരുടെ വീട് എവിടെ കോൺഗ്രസേ, ആപ്പ് ഇവിടെ കോൺഗ്രസേ എന്ന് ഞങ്ങൾ ഒരുപാട് മുമ്പ് ചോദിച്ചില്ലേ? ആ ചോദ്യം ഞങ്ങൾ അങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് കേരളത്തിന് ഇങ്ങനെ ഒരു സ്ഥലമെങ്കിലും കാണിച്ചു കൊടുക്കാൻ പറ്റിയത്. ഞങ്ങൾ നിരന്തരമായി ചോദിച്ചതിന് ശേഷമല്ലേ ഇങ്ങനൊരു സ്ഥലം കാണിച്ചു കൊടുക്കാൻ പറ്റിയത്. ഞാൻ ആനക്കാടാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കാണുന്നതാണല്ലോ. ആനക്കാട് ഇത് ആന ചവിട്ടി പൊളിച്ചതിന്റെ പാടാണ് ഈ ഗേറ്റ്. ഇവിടെ വർക്കിംഗ് പെർമിറ്റ് വരെ എടുത്തില്ല എന്നാണ് അറിയാൻ. അതെ, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിന് ഈ വീട് പണി തുടങ്ങുന്ന ഒരുപാട് പ്രോസസ്സ് ഉണ്ടല്ലോ. നിങ്ങളൊക്കെ വീട് പണിയുടെ പ്രോസസ്സാല് ടൗൺഷിപ്പിൽ ഇതുവരെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായിട്ട് ആളുകൾക്ക് താമസിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല എന്നൊരു ആരോപണമുണ്ട്. അല്ല, ടൗൺഷിപ്പിൽ നമ്മളിപ്പോൾ കണ്ടതല്ലേ ടൗൺഷിപ്പ് 178 വീടുകളുടെ താക്കോല് കൈമാറി. ആ വീടിനകത്ത് നിങ്ങളൊക്കെ കയറിയതാ. അത് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ അതിൻ്റെ അമിനിറ്റീസ് വർക്കുകൾ അതൊക്കെ നമ്മുടെ ആ സാഹചര്യം നമുക്കറിയായിരുന്നു. അവിടെയുള്ള വലിയ ഒരു വലിയ കാലവർഷക്കെടുതിയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക്. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ലാഗാണ് അതിന് പ്രയാസം ഉണ്ടായത്. അവിടെ പോയി നിങ്ങളും ഞാനും ഒക്കെ ദൈനംദിനമെന്നോണം പോയി കാണുന്ന സ്ഥലമാണ് അവർ. ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് വഴി തിരിച്ചു വിടുക എന്നുള്ളതാണ്. ഇന്നലെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്താ? ഇവിടെ പണി തുടങ്ങിയെന്നാ. ഇവിടെ പണി തുടങ്ങിയ ലക്ഷണമുണ്ടോ? പണി തുടങ്ങിയത് പോട്ടെ, നിങ്ങളിപ്പോൾ ചോദിച്ചില്ലേ മേപ്പാടി പഞ്ചായത്തിൽ എന്തെങ്കിലും ഒരു പേപ്പർ, ഒരു വെള്ളക്കടലാസിൽ ഇത്ര സെന്റ് ഭൂമിയിൽ ഞങ്ങൾ വീട് നിർമ്മിക്കുന്നുണ്ട് എന്ന് ഇവർ പറഞ്ഞില്ലല്ലോ. ഒന്നും ഇവർ ചെയ്തിട്ടില്ല. അതിനുള്ള ഒരു പണി ഇവർ എടുത്തിട്ടില്ല.